ജെ.പി. നദ്ദയ്ക്ക് പിൻഗാമിയായി 46 വയസ്സുകാരൻ നിതിൻ നബീൻ ചുമതല ഏറ്റുകഴിഞ്ഞു. ബി.ജെ.പി. കേന്ദ്ര കാര്യത്തിലെത്തിയാണ് ചുമതല ഏറ്റെടുത്തത്. ബി.ജെ.പി. ദേശീയ വർക്കിംഗ് പ്രസിഡന്റായാണ് അദ്ദേഹം ചുമതല ഏറ്റെടുത്തത്. 45 വയസ്സ് മാത്രമുള്ള ഈ നേതാവിലേക്ക് പാർട്ടിയുടെ ചുമതല എത്തുമ്പോൾ ഒരു തലമുറ മാറ്റത്തിന്റെ സൂചനയാണ് ബി.ജെ.പി. നൽകുന്നത്. ശ്രീകാന്ത് ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇപ്പോൾ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. അദ്ദേഹം ബി.ജെ.പി. ദേശീയ ആസ്ഥാനത്ത് ബി.ജെ.പിയുടെ മൂന്നാം തലമുറയിൽപ്പെട്ട നേതാവ് നിതിൻ നബീൻ ബി.ജെ.പി. ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി ചുമതല ഏറ്റിരിക്കുന്നു. പാർട്ടി ഒത്തിരി വിശ്വാസത്തോടെയാണ് നിതിൻ നബീനെ ആ പദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 46 വയസ്സ് മാത്രമാണ്. ഒരു തലമുറ മാറ്റത്തിന്റെ സൂചനയാണ് ഭാരതീയ ജനതാ പാർട്ടി നൽകുന്നത്. ശക്തമായ ബി.ജെ.പി. പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് ഈ നിതിന്റെ രാഷ്ട്രീയ പ്രവേശനം എന്ന് എടുത്തു പറയണം. ജനസംഘം നേതാവായിരുന്ന നബിൻ കിഷോർ പ്രസാദ് സിൻഹയാണ് പിതാവ്. മുതിർന്ന ബി.ജെ.പി. നേതാവായിരുന്ന അച്ഛനാണ് ഈ നിതിന്റെയും രാഷ്ട്രീയ പാഠപുസ്തകം. ശ്രീകാന്ത്, ഈ പിതാവിൽ നിന്നുള്ള പ്രവർത്തന പാരമ്പര്യം ഇദ്ദേഹത്തിന് എത്രത്തോളം ഗുണപ്രദമാകും? അശ്വതി, നിലവിലിപ്പോൾ അദ്ദേഹം ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അദ്ദേഹത്തെ ആ കസേരയിലേക്ക്, വർക്കിംഗ് പ്രസിഡന്റിന്റെ കസേരയിലേക്ക് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ഇപ്പോൾ ഇരുത്തിയിട്ടുണ്ട്. അദ്ദേഹം ആ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്ത അതാണ്. ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിതിൻ നബീൻ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. ആ ചടങ്ങ് ഇപ്പോൾ ബി.ജെ.പി. ദേശീയ ആസ്ഥാനത്ത് നടക്കുകയാണ്. ആ ചടങ്ങാണ് നമ്മളിപ്പോൾ കാണുന്നത്. ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ബി.ജെ.പിയുടെ ദേശീയ സെക്രട്ടറി കൂടിയായ അരവിന്ദ് മേനോൻ കൂടി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ന്യൂ പ്രസിഡന്റ് ഓഫ് ബി.ജെ.പി. 45 years old president of ബി.ജെ.പി. What's your comment on that? നല്ലത്. പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എല്ലാം നല്ലതാണ്. Youth is always good for the party and പുതിയ ആൾക്കാരെല്ലാവരും പുതിയ യൂത്ത് എല്ലാം ബി.ജെ.പിയുടെ കൂടെ അതാം. യൂത്തിനെ എങ്ങനെ യുവാനിച്ച ഇതിനെ ചേഞ്ച് ചെയ്യുമ്പോൾ വായു, അപ്പോൾ അങ്ങനത്തെ വായു എല്ലാത്തിൻ്റെ ദിശ എങ്ങനെ ചേഞ്ച് ആവും, അങ്ങനെ തന്നെ യൂത്ത് മൂക്കെ ആൾക്കാരെ ചേഞ്ച് ചെയ്തിട്ട് ബി.ജെ.പിക്ക് കൊണ്ടുവരും. താങ്ക് യു.